Please like and subscribe. നമ്മൾ തൃശ്ശൂരുകാർക്ക് അറിയുന്ന ഒരു കൂർക്കി ബീഫ് ഫാറ്റ് ഉള്ള ബീഫ് മുതിരയും പാലും കടിക്കും. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് ബീഫാട്ടാ, എല്ലുള്ള ബീഫാണ് കേട്ടോ. കുരുമുളക് കൂടി വേപ്പില മസ്റ്റാണ്. 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. നമുക്ക് ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു നോക്കാം. ബീഫിന് വേണ്ട മസാല ഉണ്ടാക്കില്ലേ, കുറച്ച് പെരിഞ്ചീരകം യൂസ് ചെയ്യാം. ഒന്ന് സെറ്റ് ആയിട്ട് വേണ്ട വേപ്പിലിന്റെ കുറച്ച് അധികം ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല, സെറ്റായി വരണം. 70%-80% വേവിച്ചിട്ടുണ്ട്. തൽക്കാലത്തേക്ക് കുക്കറിൽ നിന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 5 മിനിറ്റ് വരെ ഒന്നുകൂടി വേവിക്കാം. ഓക്കെ, പരിപാടി കഥം പോവാ. അപ്പോൾ വീണ്ടും നമ്മുടെ റാൻഡം റൈറ്റ്സിന്റെ ഒരു വീണ്ടും ഒരു കുക്കിംഗ് വീഡിയോ. ഇത് പ്രത്യേകിച്ച് വെറൈറ്റിയും സംഭവങ്ങളൊന്നുമില്ല, സാധാ നമ്മൾ തൃശ്ശൂരുകാർക്ക് അറിയുന്ന ഒരു കൂർക്കിയും ബീഫും. തൃശ്ശൂർ സ്റ്റൈലിൽ ഒരു കൂർക്കിയും ബീഫും പടയ്ക്കാം. ഒരു 1/2 കിലോന് മേലെ ബീഫ് കൂർക്ക ഞാൻ നന്നാക്കി എടുത്തിട്ടുണ്ട്. ഇതൊന്നും കാണിക്കുന്നില്ല, എല്ലാവർക്കും അറിയാം കൂർക്ക നന്നാക്കുന്നത് എങ്ങനെയാന്ന്, അപ്പൊ ഒന്നും കാണിക്കുന്നില്ല. പിന്നെ കുറച്ചൊരു 1.5 കിലോ ബീഫ് കുറച്ച് എല്ലുള്ളതും കുറച്ച് നെയ്യുള്ളതായിട്ടുള്ള ബീഫാണ് നമ്മൾ എടുത്തുള്ളത്. കാരണം ഈ കൂർക്ക ഇട്ട് വെക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ നെയ്യുള്ളത് ആയിട്ടുള്ള ബീഫ്, കുറച്ച് ഫാറ്റ് ഉള്ള ബീഫ് മേടിക്കാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ അതൊരു എന്താ പറയാ, മുതിരയും പാലും കടിക്കുന്ന പോലെ മിക്സ് ആയി ഒരു ബ്ലെൻഡ് വരില്ല. അപ്പൊ അതിന് വേണ്ടിയിട്ട് എപ്പോഴും കുറച്ച് ഇതുള്ള ബീഫ് മേടിക്കുക, ഫാറ്റ് ഉള്ള ബീഫ് മേടിക്കാൻ നോക്കുക. പിന്നെ സാധാരണ നമ്മൾ തൃശ്ശൂര് സ്റ്റൈലിൽ നമ്മൾ വെക്കുമ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടാണ് വെക്കുക. ഇത് ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ കൂർക്ക സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ട് ബീഫ് സെപ്പറേറ്റ് ഉണ്ടായിട്ട് പിന്നെ മിക്സ് ചെയ്യുക. അത് എന്തിനാ വെച്ചെങ്കിൽ കൂർക്കയ്ക്ക് ചെറിയൊരു എന്താ പറയുക ചവർപ്പ് പോലെ ഉണ്ടാവും, ഒരു തൊലി ഇതൊക്കെ ഉള്ള കാരണം. അപ്പൊ ഇതൊരു മഞ്ഞൾ ഉപ്പിട്ടിട്ട് അതൊന്ന് വേവിച്ച് സെപ്പറേറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു ചവർപ്പ് പോകും. അപ്പൊ അതിന് വേണ്ടിയിട്ട് അതല്ലെങ്കിലും നമുക്ക് ഒരുമിച്ചിട്ടുണ്ടാക്കിയാൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പോ സെപ്പറേറ്റ് ആയിട്ടാണ് രണ്ട് കുക്ക് ചെയ്തിട്ട് അവസാനം മിക്സ് ചെയ്യും. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോകും. ഇതാണ് നമ്മുടെ കൂർക്ക, ഇതാണ് നമ്മുടെ ബീഫ്. കുറച്ച് എല്ലുള്ള ബീഫാട്ടാ, അടിപൊളി ബീഫാണ്. ഒരു 1.5 കിലോന്റെ അടുത്ത് ബീഫ് ഉണ്ട്. അപ്പൊ നമുക്ക് കൂർക്ക ഒന്ന് വേവിക്കാൻ വെക്കാം. അപ്പൊ ഞാൻ കുറച്ച് പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് കൂർക്ക തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് ബീഫല്ല കൂർക്ക മാത്രം ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. കൂർക്ക നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നുണ്ട്. ഇവിടെ നമുക്കിത് കൂർക്ക വെള്ളത്തിൽ ഫുള്ള് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി, ആ കൂർക്കയുടെ ഒരു കനപ്പ് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് കൂർക്ക വേവിച്ചെടുക്കാം. ഇത് കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ബീഫിന്റെ ഇത് കൂർക്ക വേവണ സമയത്ത് നമുക്ക് ബീഫിൽ മസാല പറ്റിയിട്ട് വേവിക്കാൻ വെക്കാം. ഓക്കെ അപ്പൊ നമുക്ക് ബീഫ് മസാല പറ്റിയിട്ട് വെക്കാം. ഒരു 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. എല്ലുള്ള ബീഫാണ് കേട്ടോ. ബീഫ് ഞാൻ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. ഓക്കെ, അപ്പൊ എനിക്ക് വേണ്ട മസാലകൾ ആഡ് ചെയ്യാം. കുറച്ച് മഞ്ഞപ്പൊടി, കുറച്ച് കുരുമുളക് പൊടി, കുറച്ച് ഗരം മസാല, മല്ലിപ്പൊടി, ഓക്കെ, നാരങ്ങ നീര്, ലൈം ജ്യൂസ്, കുറച്ച് നാരങ്ങ നീര്, കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ കുറച്ച് നാടൻ വെളിച്ചെണ്ണ, കുറച്ച് വേപ്പില മസ്റ്റാണ്. പിന്നെ സാധാ ഉപ്പ്, അത് പാകത്തിന് ഓരോരുത്തരനുസരിച്ച്. ഇതെല്ലാതും കൂടി മിക്സ് ചെയ്തിട്ട് മിക്സ് ചെയ്ത് ഒരു 10-15 മിനിറ്റ് നമുക്ക് വെക്കാം. അപ്പോൾ നമ്മുടെ മസാലയൊക്കെ പരട്ടിയിട്ട് സെറ്റ് ആയിട്ടിരിക്കുന്നുണ്ട് ബീഫ്. ഇതൊരു 15 മിനിറ്റ് നേരം ഇങ്ങനെ ഇരിക്കട്ടെ. അതിനുശേഷം നമുക്കിത് വേവിക്കുമ്പോൾ കുക്കറിൽ പ്രഷർ കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് പ്രഷർ കുക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. നമുക്ക് ഇനി ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചു നോക്കാം. അധികം വേണ്ട, കാരണം ബീഫിൽ നിന്ന് തന്നെ കുറച്ച് വെള്ളം വരും. അതുകൊണ്ട് അധികം വെള്ളത്തിന്റെ ആവശ്യമില്ല. നമ്മളൊരു 1/2 കപ്പ് വെള്ളം മാത്രം ഒഴിക്കുന്നുള്ളൂ. അതൊന്നുകൂടി ഇളക്കി, വെള്ളം ഇട്ടിട്ട് ബീഫ് ഒന്ന് ഇളക്കി മൂടി വയ്ക്കാം. മൂടി വെച്ചു. ഗ്യാസ് ഒന്ന് ഓൺ ചെയ്യാം. ആദ്യത്തെ ഒരു വിസിൽ വരുന്ന വരെ ഫുള്ള് ഇതിലിടുക. 1-2 വിസിൽ വരും. അതിനുശേഷം അതൊന്ന് സിമ്മിലാക്കിയിട്ട് ഒരു 3-4 വിസിൽ, എത്ര ആവശ്യം, മൊത്തം ഒരു 5 വിസിലിനുള്ളിൽ നോക്കാം. അപ്പൊ നമുക്കിതൊന്ന് വെന്തിട്ട് ബാക്കി നോക്കി നോക്കാം. ഓക്കെ, നമ്മുടെ കൂർക്കയുടെ അവസ്ഥ നോക്കി നോക്കാം. കൂർക്ക എങ്ങനെയാണ് വെന്തിട്ടുണ്ടോ നോക്കി നോക്കാം. കൂർക്ക ഇപ്പൊ ഏകദേശം ഒരു വിധം വെന്തുണ്ട്. ഇത്ര മതി, കാരണം ബാക്കിയുള്ളത് നമ്മൾ ബീഫിലിട്ടിട്ട് ഒന്നുകൂടി ചൂടാക്കുമ്പോൾ ഒരു വിധം വെന്തോളും. നമുക്ക് കൂർക്ക ഊറ്റി വെച്ചിട്ട് നമുക്ക് അവിടെ വെക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി ബീഫിന് വേണ്ട മസാല ഉണ്ടാക്കുന്ന പരിപാടി നോക്കാം. അപ്പൊ ബീഫ് എന്തായാലും വേവണ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയിട്ട് സെറ്റ് ആക്കാം. വെറുതെ സമയം കളയേണ്ട കാര്യമില്ല. ഞാൻ ഗ്യാസ് ഓൺ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഇത് വെച്ചിട്ടുണ്ട്, ചട്ടി വെച്ചിട്ടുണ്ട്. ആടൻ വെളിച്ചെണ്ണ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്, അത് കൊടുക്കുന്നുണ്ട്.
അപ്പം അത് ഒഴിച്ചു. അതൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു പെരിഞ്ജീരകല്ലേ, കുറച്ച് പെരിഞ്ജീരകം യൂസ് ചെയ്യുക. ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്, അത് കുറച്ച് അധികം ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറച്ച് ഗാർലിക് ഇട്ടുണ്ട്. ചോപ്ഡ് നമ്മുടെ ജിഞ്ചർ, പച്ചമുളക്, ഇതൊന്ന് വഴറ്റി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സബോളയും തക്കാളി ആഡ് ചെയ്യാം. ഇതൊരു 3 മിനിറ്റ് ഇതൊന്ന് ഇതായി സെറ്റ് ആയിട്ട് വരട്ടെ. എന്നിട്ട് നമുക്ക് സബോള ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും പെരിഞ്ജീരകമൊക്കെ നന്നായിട്ട് ഇതായി വന്നിട്ടുണ്ട്, ഒരുവിധം ആയി വന്നിട്ടുണ്ട്. ഒരു സ്ലോ സിമ്മിലിട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ബാക്കി കുറച്ച് സബോളയും കൂടി ആഡ് ചെയ്യുക. സബോള ആഡ് ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് മാത്രം നമ്മൾ തക്കാളി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. രണ്ടും കൂടി ഒരുമിച്ച് ആഡ് ചെയ്യരുത്. കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പൊ സബോള പെട്ടെന്ന് വഴറ്റി കിട്ടും. കുറച്ച് ഉപ്പും കൂടി ഇതിന്റെ കൂടെ ഒന്ന് സെറ്റ് ആയിട്ട് വഴറ്റി വന്നതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, തക്കാളി ആഡ് ചെയ്യാം. പിന്നെ ബാക്കിയുള്ള മസാലകളും ബീഫും ഇതൊക്കെ ആഡ് ചെയ്യാം. അപ്പൊ നമ്മളിതൊന്നുകൂടി സിമ്മിൽ വെച്ച് സബോളയൊക്കെ ഒരുവിധം ജസ്റ്റ് ഒരു വാട്ടം വന്നിട്ടുണ്ട്. കുറച്ച് വേപ്പില ആഡ് ചെയ്യാം. വേപ്പില മസ്റ്റ് ആണ് പറഞ്ഞിട്ടില്ലേ. വേപ്പിലിന്റെ കുറച്ച് അധികം ഇട്ടുകൊണ്ട് ഒരു കുഴപ്പമില്ല. കുറച്ച് വേപ്പില ആഡ് ചെയ്തു. ഇനി നമുക്ക് കുറച്ച് തക്കാളി കൂടി, 2 തക്കാളി നന്നാക്കി വെച്ചിട്ടുണ്ട്, ആ തക്കാളിയും കൂടി ആഡ് ചെയ്യാം. തക്കാളി കിടന്ന് ഒന്ന് സെറ്റായി വരട്ടെ. ഒരു 5-10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി മസാലകൾ. അതേ സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ വെന്ത് വരുന്നുണ്ട്. ഞാനിപ്പോൾ ഇതൊരു 4 വിസിൽ കഴിഞ്ഞു. ഇനി ഒരു വിസിൽ കൂടി ഞാൻ 3 വിസിൽ കഴിഞ്ഞപ്പോൾ ഞാനത് സിമ്മിലാക്കി. ഇനി ഒരു വിസിലോ 2 വിസിലോ അടിച്ച് കഴിഞ്ഞത് ഓഫ് ചെയ്യും. അതുകൊണ്ട് നമുക്കത് നോക്കാം. ഓക്കെ. ഇതൊന്ന് വെന്ത് സെറ്റ് ചെയ്ത് മസാലകൾ ഇടാം. അതിന് മുന്നേ ഗ്യാസ് ഒന്ന് തീ കുറച്ച് വെക്കുക. അതിനുശേഷം ഇപ്പോൾ സബോളയും തക്കാളിക്കും ഒന്ന് നല്ല അടിപൊളിയിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കിയുള്ള മസാലകൾ ഇടാം. ജസ്റ്റ് ആദ്യം നമ്മൾ ഇതുവരെ മുളക് പൊടി ആഡ് ചെയ്യുന്നുണ്ടെന്നില്ല. ഒരു 2 സ്പൂൺ മുളക് പൊടി, പിന്നെ മല്ലിപ്പൊടി, യൂഷ്വൽ ഐറ്റംസ് തന്നെ, നമ്മൾ ബീഫ് മാരിനേറ്റ് ഉണ്ടായിരുന്ന അതേ ഐറ്റംസ്. കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞപ്പൊടി അധികം വേണ്ട, നമ്മൾ ഓൾറെഡി മാരിനേഷൻ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് പെപ്പറാണ് ഇതിന്റെ മെയിൻ സാധനം. നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ പൊടിച്ചു കൊണ്ടുപോകുന്ന പെപ്പറാണ്, നമ്മുടെ വീട്ടിലുണ്ടായിട്ടുള്ള പെപ്പറാണ്. അപ്പം അതിന് കുറച്ച് എരിവ്. കുറച്ച് ഗരം മസാല ഓൾറെഡി ഞാൻ മാരിനേറ്റിൽ ഇട്ടിട്ടുണ്ട്. കുറച്ചുകൂടി ഗരം മസാലകൾ ഇട്ടിട്ടുണ്ട്. സിമ്മിലാണ് ഈ മസാലയുടെ ഒരു പച്ചമണം പോകുന്ന വരെ സിമ്മിലിട്ടിട്ട് ഇതൊന്ന് ഇതാക്കി എടുക്കുക. അപ്പം നമുക്ക് നമ്മുടെ ബീഫ് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഓക്കെ. ഏകദേശം ഒരു 5-6 വിസിലൊക്കെ അതിൻ്റെ കണ്ടിട്ട് ഒരുവിധം വെന്തുണ്ട്. അത് ഫുള്ളായിട്ട് വേവണമെന്നില്ല. ഞാനൊരു 70%-80% വേവിച്ചിട്ടുള്ളൂ. കാരണം നമുക്ക് കൂർക്കി ഇട്ടിട്ട് ഒരു 10-15 മിനിറ്റ് വീണ്ടും വേവിക്കാണ്ട്. ഇതിന്റെ മസാല ഇതൊക്കെ എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഒരുവിധം ഉപ്പുണ്ടോ, മസാല നമ്മൾ ഒരു പകുതി മസാല ചേർത്തിട്ടുള്ളൂ. കാരണം ബാക്കി നമ്മൾ ഇത് ഓൾറെഡി മസാല ഉണ്ടാക്കി അതിൽ ചേർക്കണേ. സൂപ്പറായില്ലേ. നമ്മൾ ലാസ്റ്റ് ഇതിന്റെ പരിപാടിയിലേക്ക് പോവാം. ഓക്കെ. നമുക്ക് ഈ മസാല ഉണ്ടാക്കി വെച്ചുള്ളതിലേക്ക് ഈ ബീഫ് ആഡ് ചെയ്യാം. ഓക്കെ. ബീഫും കൂർക്കി ആഡ് ചെയ്യാം. ആ പരിപാടിയാണ് നമ്മളോട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ. ബീഫും നമുക്ക് ഇങ്ങനെ ഓരോന്നിട്ട് കഴിഞ്ഞ സമയം പോകും. നമുക്ക് തൽക്കാലത്തേക്ക് കുക്കറിൽ നിന്ന് ഫുള്ള് ഞാനിപ്പോൾ വെള്ളം ഒഴിക്കുന്നില്ല. ആവശ്യത്തിനുള്ള ഇത് നോക്കിയിട്ട് നമുക്ക് വെള്ളം ഒഴിക്കാം. കാരണം ഈ വെള്ളം നമുക്ക് കളയാൻ പറ്റില്ല. കാരണം ബീഫിന്റെ പെർഫെക്റ്റ് സ്റ്റോക്കാണിത്. ബീഫിന്റെ എല്ലാ സാധനങ്ങളും ഇറങ്ങി വന്നിട്ടുള്ള വെള്ളമാണിത്. അത് നമുക്ക് കളയാൻ പറ്റില്ല. എല്ലാ ബീഫും ഇതിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ മസാലേനായിട്ടൊന്ന് ബീഫൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂർക്ക് നമ്മളിത് അവിടെ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഓക്കെ. അപ്പം കൂർക്കയും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ ഇരിക്കരുത്. ഇത് ആഡ് ചെയ്യുമ്പോൾ മിക്കവാറും ശ്രദ്ധിക്കുക, ഇത് നമ്മളൊരു സ്ലോ സിമ്മിൽ വെച്ചിട്ട് ആഡ് ചെയ്യുക. അതല്ലാതെ ശ്രദ്ധിക്കുക, എല്ലാ മസാലയും ഇതൊക്കെ ആയതിനു ശേഷം മാത്രം ഇത് കയറ്റി വെച്ചിട്ട് നമുക്കൊന്നും കൂടി വേവിക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ചിട്ട് ഒരു 5 മിനിറ്റ് വരെ ഒന്നുകൂടി വേവിക്കാം. ഓക്കെ. നമ്മളിൽ കറക്റ്റ് ഈ വലിയ പാത്രത്തിന് പറ്റിയതില്ല, അപ്പോൾ ചെറിയൊരു ഇതുള്ളൂ. അതിനുശേഷം ഇതൊന്ന് മീഡിയത്തിൽ വെച്ചിട്ട് നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് വേവിച്ചിട്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എല്ലാ പ്രിപ്പറേഷനും എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഈ ഒരു ഇത് നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിൽ യൂസ് ചെയ്തെടുക്കാം. ഇപ്പൊ വെള്ളം ഞാൻ കുറച്ച് വെള്ളമുള്ള ചാറ് കുറച്ചും കൂടി ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ കുറച്ചുകൂടി വറ്റിക്കും. ഇപ്പൊ ഇത് കുറച്ച് കാണിക്കാൻ വേണ്ടിയിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ട് കാണിക്കണമെന്നുള്ള ഇത് കുറച്ചുകൂടി വറ്റിച്ച് ഒരു സെമി ഗ്രേവി പോലെ ആയിട്ട് എടുക്കാം. ഓക്കെ. ആയിട്ട് കുറച്ച് ബാക്കിയുള്ള കുറച്ച് ഗരം മസാല ഒരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട്, അധികമില്ല, കുറച്ച് ഗരം മസാല. ഓക്കെ. കുറച്ച് ഗരം മസാല, കുറച്ച് പെപ്പർ കൂടി. മെയിനായിട്ട്
താളിക്കാൻ വേണ്ടി ഇത് അപ്പോൾ ഇത് വീണ്ടും സിമ്മാക്കുക. കുറച്ച് പച്ച വെളിച്ചെണ്ണ, നമ്മുടെ വെളിച്ചെണ്ണ ഒന്നുകൂടി കുറച്ച് ചേർക്കുക. പരിപാടി കഥം ഹുവ കഴിഞ്ഞ്. ഇതൊന്നും കൂടി ഇളക്കുക. ഇത് കഴിഞ്ഞിട്ട് നമുക്കിത് ടേസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ ഉച്ചയ്ക്കുള്ള പരിപാടിയാണല്ലോ. കുറച്ച് ചോറ്, കുറച്ച് പയറുപ്പേരി, ചെറുപയർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ബീഫ്, കുറച്ച് കൂർക്ക, ഒരു എല്ലിൻ്റെ പീസ്, ഇതൊക്കെ എടുത്തിട്ട് നമുക്കിനി ഇത് കഴിച്ചു നോക്കാം. ഓക്കെ, ബാൽക്കണിയിൽ ഇരുന്നിട്ട് നമ്മുടെ പ്രകൃതി സുന്ദരമായ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നിന്ന് കഴിക്കാനുള്ള ഒരു കഷ്ണം ബീഫ് എടുത്ത്, ഒരു കഷ്ണം കൂർക്കി എടുത്ത്, കുറച്ച് പയറിലിങ്ങനെ മിക്സ് ചെയ്ത്, ആഹാ, പയറിലിങ്ങനെ മിക്സ് ചെയ്ത് ഒന്നും പറയാല. നിങ്ങളൊന്നും ഉണ്ടാക്കി നോക്കി നോക്കും. വലിയ പണിയൊന്നുമില്ല, സൂപ്പറായിട്ട്. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് അഹങ്കാരം പറയല്ല, നന്നായി, ശരിക്കും നന്നായി. അപ്പോൾ പറ്റുകയാണെങ്കിൽ ട്രൈ ചെയ്യാം. ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുന്നവരൊന്ന് ഇതിൻ്റെ വീഡിയോയുടെ ഇടയിൽ കമൻറ്റ് ചെയ്യുക. അപ്പം എന്നും പറയുന്ന പോലെ നിങ്ങളുടെയൊക്കെ ഒരു സപ്പോർട്ട് ഉണ്ടെങ്കിലാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വൺസ് അഗൈൻ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു.